ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരാം. ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായി, അതായത് വളരെയധികം ഈസി ആയിട്ട് കോൺക്വർ പുഷ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളെ നൂബ് എന്ന് വിളിച്ചവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയും, ഞാൻ നൂബുമല്ല പ്രോയുമല്ല, ഐ ആം എ ലെജൻഡ്. BGMIയിൽ തന്നെ രണ്ട് തരം പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് ഹാർഡ് പ്ലേയേഴ്സും ഒന്ന് സോഫ്റ്റ് പ്ലേയേഴ്സും. ഹാർഡ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അഗ്രസീവായി കളിക്കുന്ന പ്ലേയേഴ്സും, സോഫ്റ്റ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സും. ഇതിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് റാങ്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തെ കാറ്റഗറിയായ സോഫ്റ്റ് പ്ലേയേഴ്സിലൂടെ. ഇനി നിങ്ങൾക്ക് സോഫ്റ്റ് കാറ്റഗറി ഇഷ്ടമല്ലെങ്കിൽ രണ്ട് കാറ്റഗറിക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ഹാർഡ് കാറ്റഗറിയിൽ റാങ്ക് പുഷ് ചെയ്യാനുള്ള 4 കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ടുള്ളത് എന്താ വെച്ചാൽ എയിമിംഗ് ആണ്. എയിമിംഗ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDM പോലത്തെ മാച്ചുകളിൽ സ്നൈപ്പ് ഗൺസ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളെ എയിം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് റിഫ്ലക്സ്, അതായത് നമ്മൾ എനിമിൻ്റെ റിഫ്ലക്സ് നമ്മൾ എപ്പോഴും പ്രൊഡിക്റ്റ് ചെയ്യണം. ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്ന ഒരു ചാൻസും ഇല്ല. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വീഡിയോ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ടത് മൊമെൻ്റ് ആണ്. അതായത് ഒരു എനിമി ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ സ്വന്തമായ ഒരു മൊമെൻ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. മറ്റ് യൂട്യൂബേഴ്സിനെ നോക്കി നമ്മൾ കോപ്പി ചെയ്യണക്കാട്ടും നല്ലത് നമ്മളതായ ഒരു സ്റ്റൈലിൽ മൊമെൻ്റ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മൊമെൻറ്റും BGMI ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വാച്ച് ചെയ്താൽ. മെയിനായിട്ട് റൺ ചെയ്യുമ്പോൾ സിഗ്സാക്ക് ചെയ്ത് റൺ ചെയ്യാൻ മറക്കരുത്. നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ എ ഗുഡ് സ്കോർ. BGMI എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ് ഗെയിമായി നിങ്ങൾ എടുക്കരുത്. എപ്പോഴും നിങ്ങൾക്കൊരു സ്കോഡ് വേണം, ഒരു നല്ല സ്കോഡ്. അഗ്രസീവ് പ്ലെയർ അല്ലെങ്കിൽ ഹാർഡ് പ്ലെയറിനെ സംബന്ധിച്ചോളം ഇരുവശങ്ങളും നോക്കാതെ എനിമിനെ കയറി ചെന്ന് അടിക്കുന്ന ടീംസ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നോക്കാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗുഡ് സ്കോഡ് വേണം. അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ സഹായിക്കുന്നതിനെ നിങ്ങൾ തിരിച്ച് സഹായിക്കണം. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇട്ട് സഹായിക്കുന്നത് പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും തിരിച്ച് സഹായിക്കണം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സ്കോഡിലെ ആൾക്കാർക്ക് മാത്രം അയച്ചു കൊടുക്കുക. ഇനി സോഫ്റ്റ് പ്ലെയേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങളൊരു സോഫ്റ്റ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ചെയ്യാൻ പുഷ് ചെയ്യാൻ ഏറ്റവും ഈസി ആയ വേ വേറൊന്നുമല്ല, ഇത് തന്നെയാണ് സോഫ്റ്റ് പ്ലെയർ. അതായത് ഹൈ എനിമീസ് ഇറങ്ങാൻ ചാൻസ് ഇല്ലാത്ത ഒറ്റപ്പെട്ട വീട് പോലത്തെ സാധനത്തിൽ നിങ്ങൾ ഇറങ്ങുക. അതിനുശേഷം ഒരു എനിമിനെ നോക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന അത്ര ലൂട്ട് കിട്ടുമ്പോൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാതെ സോണുകൾ കവർ ചെയ്യുക. അവസാനം 5-6 ആൾക്കാരാകുമ്പോൾ നിങ്ങൾ സ്നേക്ക് എന്നുള്ള പൊസിഷൻ യൂസ് ചെയ്യുക. സ്നേക്ക് എന്നുള്ള പൊസിഷൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ സറൗണ്ടിങ്ങും കാര്യങ്ങളും എപ്പോഴും വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. ഓപ്പൺ ആയ പ്ലേസിൽ പോയിട്ട് സ്നേക്ക് പൊസിഷൻ യൂസ് ചെയ്യരുത്, ഉറപ്പാണ് നോക്ക്. എനിക്കറിയാം ഞാൻ ഈ വീഡിയോ വല്ലാതെ വലിച്ചു നീട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വീഡിയോ ഓവറാക്കി ചളമാക്കി. BGMI കളിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നൂബ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഞാനൊരു ലെജൻഡാണെന്ന് പറയാൻ ആഗ്രഹമുള്ളവർ മാത്രം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി BGMI ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് മുഴുവനായി കാണുക. ഏകദേശം 1-2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോസ്. വെറുതെ വീഡിയോ വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. This is your friend MR.SPANIO signing off.